കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് ഇരിക്കാവുന്നത്. ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം കുഞ്ഞിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കയ്യിൽ വീണ് പോകാതെ സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഈ താടിയെല്ലിന് ഈ കൈ വെച്ച് സപ്പോർട്ട് ചെയ്യുക. കൊച്ചിൻ്റെ കാല് നമ്മുടെ കയ്യിൽ രണ്ട് ഭാഗത്തായിട്ട് വെച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കാലിലോട്ട് വെച്ച് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ഈ ഹെഡ് ഉണ്ട് താഴത്തേക്ക്, തലഭാഗം താഴോട്ട്. ഓക്കെ, ഒന്ന് താടിനെ സപ്പോർട്ട് ചെയ്തു. ഈ കാല് കണ്ട് നമ്മുടെ കൈയുടെ അപ്പുറത്തോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കാലിൽ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹെഡ് താഴ്ത്തി. പക്ഷേ ഈ തോളലുണ്ട്, തോളലിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മുടെ ഈ നേരത്തെ CPR കൊടുക്കുന്ന പോലെ നമ്മുടെ ഈ ഫീൽ ഓഫ് ദ പാം വെച്ച് ശക്തിയായിട്ട് ഇടിക്കുക. ഇടിക്കുന്ന ഡയറക്ഷൻ താഴോട്ടാണ്. ഇതുപോലെ 2, 3, 4, 5 5 തവണ ഇടിക്കുക. വരുന്നുണ്ടോ നോക്കാം. വരുവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. കുഞ്ഞ് കരയും, കുഞ്ഞ് ചുമയ്ക്കും, അത്ര നല്ല റിയാക്ഷൻസ് ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഇതുപോലെ ഭാഗ്യമായും പാർഷ്യലായിട്ട് ഒബ്സഷൻ, കംപ്ലീറ്റ് ഒബ്സഷൻ തരാം, ഭാഗ്യം ഒബ്സഷൻ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും? ഭാഗ്യം ഒബ്സഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് കരയും ചുമക്കുന്നുണ്ടാവുക. കംപ്ലീറ്റ് ഒബ്സഷൻ ആണെങ്കിൽ എന്ത് പറ്റും? കുഞ്ഞിന് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെ അറിയാൻ പറ്റും? കുഞ്ഞിന്റെ മുഖത്തെല്ലാം വ്യത്യാസം, കുഞ്ഞിന്റെ റെസ്പോൺസ്. കുഞ്ഞ് കരയുന്നുണ്ടാവില്ല, വെപ്രാളം മാത്രമേ ഉണ്ടാവും. കുഞ്ഞ് കരയാൻ പോലും പറ്റില്ല. കുഞ്ഞ് ചുമക്കുന്നുണ്ട്, മുഖത്തെല്ലാം ചുറ്റുമായിട്ടൊക്കെ നിറ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് കമത്തിക്കെടുത്ത് ഈ തോളന്റെ മധ്യഭാഗത്തായിട്ട് ഇത് വെച്ചിട്ട് 5 തവണ പ്രഷർ കൊടുക്കുന്നു. പോയോ നോക്കുക. ഇല്ലെങ്കിൽ തിരിച്ച് കിടത്തിയിട്ട് വീണ്ടും ഇതുപോലെ കൈ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല സപ്പോർട്ട് ചെയ്യുന്നു. കാലിലിട്ട് നമ്മുടെ കൈയുടെ 2 ഭാഗത്തായിട്ട് വയ്ക്കുന്നു. നമ്മുടെ കയ്യിൽ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞ ഈ എല്ലിന്റെ താഴ്ഭാഗത്തായിട്ട് അങ്ങോട്ട്, ഇതും താഴോട്ടാണ് 5 തവണ ഇതും ചെയ്യാം. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ വായിക്കാത്തണം ഇത് വന്ന് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്താണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ മാത്രം എടുക്കാൻ അറ്റൻഡ് ചെയ്യുക. അതല്ല ഉള്ളിലോട്ടിരിക്കുകയാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഹാമായിരിക്കും ചെയ്യാറുള്ളത്, കാരണം തള്ളിയൊരു ഭാഗത്തോട്ട് ഇടാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും അറ്റൻഡ് ചെയ്ത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുത്ത് മാറ്റും. പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ചെയ്യുക, ഇത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഇതെല്ലാം വരെ ചെയ്തുകൊണ്ടേയിരിക്കും. വന്നു എങ്ങനെ മനസ്സിലാക്കാം? കുഞ്ഞ് കരഞ്ഞു തുടങ്ങും, കുഞ്ഞ് ചുമച്ചു തുടങ്ങും. അപ്പോൾ നിർത്താൻ സാധിക്കും. മീൻ മുള്ളൊക്കെ